കൂട്ടുകാരുടെ കിടിലൻ പാട്ടുകളും കുട്ടിക്കുസൃതികളൊക്കെ ആയിട്ട് ഞങ്ങളുടെ സൂപ്പർ സ്റ്റാറിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കുട്ടികളുടെ കുസൃതികളൊക്കെ ഡേ ബൈ ഡേ ഇങ്ങനെ കൂടി വരികയാണ്. അതിന്റെ ഒരു സന്തോഷം കേട്ടോ ഞങ്ങൾക്ക്. കാരണം കുട്ടികൾ ഇത്രയും ആക്റ്റീവ് ആകുമ്പോൾ ഞങ്ങൾ അതിന്റെ ഒരു ഭയങ്കര എനർജി ഞങ്ങൾക്കും കൂടെ കിട്ടുകയാണ്. ഒപ്പം അവരുടെ കിടിലൻ പാട്ടുകളും നിങ്ങളും എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം അതിന്റെ റെസ്പോൺസ് ഒക്കെ കിട്ടുന്നതിന്റെ വളരെ സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ കുട്ടികൾക്കും ഉണ്ട്. യെസ്, അതാണ് ആ എനർജിയാണ് അവിടുത്തെ വന്നത്. അപ്പൊ എന്തായാലും ഈ എനർജിയോട് കൂടി ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ വൺസ് അഗൈൻ വെൽക്കം എവരിവൺ ടു മൈ ജി സൂപ്പർ സ്റ്റാർ. അപ്പൊ ആ എനർജിയോട് കൂടി തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് തുടങ്ങാം. ഓക്കെ, അപ്പൊ ഓർക്കസ്ട്ര കൂടെ ഒന്ന് വെൽക്കം ചെയ്തിട്ട് വരാം. സൂപ്പർ ഓർക്കസ്ട്ര. എന്താ പക്ഷെ എന്നിട്ട് ഇങ്ങനെ ഒരു നോട്ടം? ആ തബല വെച്ചൊരു കൊട്ടം കൂടെ കൊട്ടിക്കേ. ആ മതി, താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്യുന്നു. ഹരിച്ചേട്ടാ. ഓ മാന്യനങ്ങട്. ഷാനിക്ക ഒന്ന് മാറ്റി പിടിക്കേണ്ടിയിരിക്കുന്നു. അഭി ചേച്ചി. വെൽക്കം എവ്രിവൺ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം നമുക്കൊരു സോൾഫുൾ മെലഡി കേട്ടിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് പെർഫോമൻസ് ഒരു സോൾഫുൾ മെലഡിയാണ്. പാടാൻ എത്തുന്നു നമ്മുടെ സ്വന്തം ദേവാങ്കി. സൂര്യന്റെ വിരഹമറിയുന്നു, വെറുതെ നെഞ്ചിലൊരു വാർത്തിങ്കൾ തിരിയുമെരിയുന്നു. ദേവാങ്കി, ഓ മൂടേ മാറ്റി ഫ്ലോറിന്റെ. മൊത്തത്തിൽ ഭയങ്കര ഒരു വിരഹം ആ ഒരു മൂഡിലേക്ക് കൊണ്ടുപോയി. നമുക്ക് എന്തായാലും ജഡ്ജസിനോട് ചോദിച്ചു നോക്കാം അല്ലെ. ഷാനിക്ക, ഹരിച്ചേട്ടൻ കണ്ണുകൊണ്ട് കാണിച്ചു ഷാനിക്കോട്. ഇത്തവണ ഞാൻ പറയാം. എപ്പോഴും ഒരാളെ ഇങ്ങനെ ചതി ചതി. നീ എന്തിനത് പറഞ്ഞത്? ഓക്കെ ദേവാങ്കി, ഇറ്റ് വാസ് ആൻ ഗുഡ് പെർഫോമൻസ്. താങ്ക് യു സർ. നന്നായിട്ട് പാടി മോള്. പക്ഷെ എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു സോങ് മോൾക്ക് സ്യൂട്ടബിൾ ആണോ എന്നുള്ളൊരു മോളുടെ വോയിസിന് ഇപ്പം ചിലപ്പോൾ കുറച്ച് കൂടി ഏജ് ഒക്കെ ആകുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് സ്യൂട്ട് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആയിരിക്കും, അല്ലെങ്കിൽ വോയിസ് ആയിരിക്കും. ബട്ട് കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന പോലെ തോന്നി ആ ഒരു ബേസിലൊക്കെ പോകുമ്പം. അത് കഴിഞ്ഞ് താഴോട്ടല്ലേ, ഫുൾ എല്ലാം താഴെയാണ് അല്ലേ. അപ്പം അങ്ങനത്തെ ഒരു രജിസ്റ്റർ ആകുമ്പോഴത്തേക്കും നമ്മളിതിപ്പോൾ ഒറിജിനൽ പിച്ചിലാണ് പാടിയത്. അപ്പം മേ ബി കുറച്ച് പിച്ച് കൂട്ടാം. പക്ഷെ പിച്ച് കൂട്ടിയാൽ ഈ സോങ്ങിന്റെ ഫീല് ചിലപ്പോൾ പോകും. അതുകൊണ്ട് അതും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് സോങ് സെലക്ഷൻ ഈ പറഞ്ഞ പോലെ ഇറ്റ്സ് എ സോൾഫുൾ മെലഡി ഓഫ് കോഴ്സ്. ബട്ട് മോൾക്ക് ഇത് സ്യൂട്ട് ആവുന്നുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് പിന്നെ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. എന്തിനാ ഇപ്പൊ പേടിയൊക്കെ മാറേണ്ട സമയം നിങ്ങൾക്ക് കഴിഞ്ഞു. പിന്നെ ഒരു സോങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം മോൾ ആ ഫസ്റ്റ് ലൈൻ ഒന്ന് പാടിക്കേ. പ്രണയസന്ധ്യയൊരുവൻ സൂര്യന്റെ വിരഹമറിയുന്നു, വെറുതെ നെഞ്ചിലൊരു വാർത്തിങ്കൾ തിരിയുമെരിയുന്നു. നെക്സ്റ്റ് ലൈൻ പുലർനില. അവിടുന്ന് ഒരു ഷിഫ്റ്റ് ആണ് അല്ലേ. ഒരു സോങ്ങിനൊരു ഗ്രോത്ത് ഉണ്ട്. ഈ സോങ്ങിന് ഒരു ഇങ്ങനെ ഒരു ഗ്രാഫ് പോലെ ഇങ്ങനെ പോകുന്നത്. അപ്പൊ അടുത്തൊരു ലൈൻ എത്തുമ്പോൾ കുറച്ചും കൂടി ഓപ്പൺ ആവണം നമ്മൾ. അപ്പൊ എനിക്ക് മൊത്തത്തിൽ കുറച്ച് ലെവൽ കുറഞ്ഞതുപോലെ തോന്നി, ഒന്ന് ഒതുക്കി പാടി ഫീബിൾ ആയതുപോലെ തോന്നി. അപ്പം ആ ഒരു പ്രസൻസ് കുറച്ച് കുറഞ്ഞു. അപ്പം നമ്മൾ ആ ബോൾഡ്നെസ് വേണം. ഏതിപ്പോൾ മെലഡി ആയിക്കോട്ടെ. മെലഡി മീൻസ് ലൈക്ക് നമ്മളത് സോഫ്റ്റ് ആക്കി പാടണം എന്ന് അങ്ങനൊന്നും ഇല്ല. ഓൾറെഡി ട്യൂൺ ഈസ് ലൈക്ക് ദാറ്റ് അല്ലേ. അപ്പം ട്യൂണിലൊരു മെലഡി ഉണ്ട്, പിന്നെ നമ്മളത് വൃത്തിക്ക് പ്രസന്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ആ ഒരു അതിൻ്റെ ആ ഒരു പ്രസൻസ് കിട്ടിയില്ല ആ സോങ്ങിൻ്റെ ഒരു പ്രോഗ്രഷൻ. ആദ്യത്തെ 2 ലൈൻസ് ഓക്കെ, അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ആ ഒരു ഗ്രോത്ത് ഉണ്ട് ഒരു പാട്ടിന്, അതെനിക്ക് കിട്ടിയില്ല. ബട്ട് യു അറ്റംപ്റ്റഡ്, നല്ല ഒരു അറ്റംപ്റ്റ് ആയിരുന്നു. ബട്ട് ഞാൻ ഇതിലും പ്രതീക്ഷിക്കുന്നുണ്ട് ദേവാങ്കിയുടെ സിംഗിങ്ങില്. സോ സാധാരണ പാടുന്ന സുഖം കിട്ടിയില്ല എനിക്ക് പാടും. കുഴപ്പമില്ല മോളെ, അതൊന്നും കുഴപ്പമില്ല കേട്ടോ.
അങ്ങനെ ചില ദിവസങ്ങൾ അങ്ങനെ ആയിരിക്കും. നമുക്ക് എപ്പോഴും അടിപൊളിയായിട്ട് അങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഓഫ് കോഴ്സ് യു സാങ് വെൽ. എനിവേസ് ഇനി സോങ് സെലക്ട് ചെയ്യുമ്പം കറക്റ്റ് നമുക്ക് വോയിസിന് ചേർന്ന സോങ് ആപ്റ്റ് ആവുന്നത് ചൂസ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക. എനിക്ക് അവളുടെ സംസാരമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മോൾ എവിടെയാ? കണ്ണൂര്. വെറുതെ അല്ല, നമ്മുടെ നാട്ടുകാരല്ലേ? ഒരേ നാട്ടുകാര്. നല്ല രസമുണ്ടാണ് എന്റെ സംസാരം കേൾക്കാൻ. താങ്ക് യു. അതൊക്കെ അവിടെ ഇതൊക്കെ ഭയങ്കര കാഷ്വൽ സ്നേഹത്തോടെയാണ് നമ്മള് ഇണയ പോണേന്നൊക്കെ വിളിക്കുന്നത്. മോളെ ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു കമ്പോസിഷനാണിത്. ഒരുപാട് തലങ്ങളുണ്ട്, ഒരുപാട് ലെവൽസ് ഉണ്ട് ഈ ഒരു സോങ്ങിൽ. ഈ പാട്ടിന് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു ലൈഫ് ആവാം എന്ന് എനിക്ക് തോന്നി. ഒരു പൊടിക്ക് ഇത് പ്ലെയിൻ ആയി പോയോ എന്നുള്ളൊരു സംശയം മാത്രമേ എനിക്കുള്ളൂ. എനിക്ക് തോന്നിയത് കുറച്ചുകൂടെ ലൈഫാകും. കാരണം ബോംബെ ജയശ്രീ മാം അധികം ആരും അറ്റംപ്റ്റ് ചെയ്യാത്തൊരു പാട്ടും കൂടിയാണിത്. വളരെ ചുരുക്കം മാത്രമേ നമ്മൾ സ്റ്റേജസിൽ ഇത് ഒരാൾ അറ്റംപ്റ്റ് ചെയ്യുന്നതൊക്കെ കാണാറുള്ളൂ. കാരണം പലരും ഭയക്കുന്ന ഒരു പാട്ട് കൂടിയാണ്. എൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ളത് ബോംബെ ജയശ്രീ മാം പാടിയ ഒരു ഭയങ്കര ഒരു ഹോണ്ടിങ് സംഭവമായിരുന്നു അത്. ഇത് മോള് പാടിയപ്പോൾ ഒരു പൊടിക്കൊന്ന് പ്ലെയിൻ ആയി. അപ്പൊ നെക്സ്റ്റ് ടൈം വരുമ്പോഴും നല്ല ഒരു പാട്ട്. ഇപ്പൊ ഇനിയിപ്പോ നമുക്ക് എന്താ ബാക്കിയുള്ളത്? ഫാസ്റ്റ് നമ്പർ ഇല്ല, അത് റെഡിയാണ്. അതാണ് ഉർമീസ്. ഓക്കെ, അപ്പൊ അത് അടിച്ചു പൊളിച്ച് പാടും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഹായ് ചേച്ചി. ഹായ് ദേവാംഗി. ഹലോ. ഇവർ രണ്ടുപേരും ഓൾറെഡി പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. സോ ഞാൻ ഇനി അതിലോട്ട് ഞാനിങ്ങനെ കിടക്കുന്നില്ല. നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു മോള് ചെയ്തത്, നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. പക്ഷെ എനിക്ക് ആക്ച്വലി സർട്ടൻ ലൈൻസ് മോള് പാടുമ്പോഴത്തേക്കും വളരെ മനോഹരമായിട്ടുള്ള എക്സ്പ്രഷൻസ് വരുന്നുണ്ട്. സോ മോൾക്ക് പറ്റും. യു ആർ വെരി ടാലൻറ്റഡ്. താങ്ക് യു മാം. സോ ആ ടാലൻറ്റ് എന്തായാലും ഉണ്ട്. ആ ഒരു ഫൗണ്ടേഷൻ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അതിൽ നമ്മൾ കുറച്ച് വർക്ക് ചെയ്യുക. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴുതിട്ട് പോകും. അത് തിരിച്ച് റൂട്ടിലേക്ക് തിരിച്ച് കൊണ്ടുവന്ന് അങ്ങ് ആ റൂട്ട് പിടിച്ച് അങ്ങ് പോവുക, അത്രേ ഉള്ളൂ. സോ വേറെ ഒരു പ്രശ്നവുമില്ല. യു ഡിഡ് യുവർ ബെസ്റ്റ്. അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? നമുക്ക് നമ്മുടെ ബെസ്റ്റ് അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതങ്ങ് ചെയ്തുകൊണ്ട് പോവാ. അപ്പൊ ശരി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. മോളെ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. മോളെ ഫസ്റ്റ് ലൈൻ ഒന്ന് പടയെന്ന് പറഞ്ഞൊന്ന് പാടിയേ. പ്രണയ സന്ധ്യയൊരുവിൻ സൂര്യന്റെ വിരഹമറിയുന്നു. അതാണ്. അതെന്താ അത്? ആവണ്ടേ? ബോംബെ ജയശ്രീ മാം പാടിയതിനകത്ത് ഒരു വിബ്രാട്ടോ ഉണ്ട്, പക്ഷെ ഈ അതില്ല. ഇല്ല. അതില്ല പാട്ടില്ല കേട്ടോ. അത് വേണ്ടേ? അത് വേണ്ട, അതിന്റെ ആവശ്യമില്ല കേട്ടോ. അത് എന്തോ ഇത് സംസ്കൃതമല്ല. അതെ. അപ്പൊ ഹോയില്ല കേട്ടോ, അതൊരു വിബ്രാട്ടോടെ ഒരു ഫെയ്ഡ് ഔട്ട് സീനാണത്. എന്ത് ഞാൻ നോക്കുമ്പോ ഇനി ഒറിജിനൽ ഇങ്ങനെ ഉണ്ടോ? അതാണ് ഞാൻ നേരത്തെ കേട്ടു നോക്കിയത്. ഒറിജിനൽ അങ്ങനെ ഒന്നുമില്ല, ഒരു വിബ്രാട്ടോ മാത്രമേ ഉള്ളൂ. ഓഹോ, അതില്ല കേട്ടോ. ഓ ഹൈ, ഇത്രേ ഉള്ളൂ. അത് മാത്രമേ പറയാനുണ്ടായിരുന്നു കേട്ടോ. അത്രേ ഉള്ളൂ. ഇനി പാട്ട ആവശ്യത്തിൽ മോർ ദാൻ ഇനഫ്. ഇടതും വലവും ഫ്രണ്ടും. ആള് നല്ല കഥാപ്രസംഗമൊക്കെ പറയും കേട്ടോ, കേട്ടില്ലനായിട്ട്. നമുക്ക് ഒരെണ്ണം കേട്ടാലോ? അവിടെ നിന്ന് കൊറേ കഥാപ്രസംഗം ഞാൻ കേൾക്കുന്ന, ഇവിടെ നിന്ന് അവരും കൂടെ കേക്കട്ടെ. പണിയെടുക്കാനാ ഞാനിവിടെ. ഇതിനും മൈക്ക് പ്ലേസ്മെന്റ് ഉണ്ട്. പാർവതിയെ മൈക്ക് സ്റ്റാൻഡ് ആക്കി. ഇങ്ങനെ മതിയോ? അന്താരാഷ്ട്ര ജീവകാരുണ്യ പ്രവർത്തക സ്വിറ്റ്സർലാൻഡുകാരി മിസ് ജാക്വിലിൻ ആശുപത്രിക്കിടയ്ക്കൂടെ അരികിലിരുന്ന് അത്യാസനിയായ ഇരയുടെ ചുണ്ടുകൾ മന്ത്രിച്ചത് കുറിച്ചിട്ട് പിൽക്കാലത്ത് പ്രസിദ്ധീകരിച്ച ബേൺഡ് അലൈവ് സൗത്ത് എന്ന വിഖ്യാത ആത്മകഥയുടെ കഥാപ്രസംഗ ആവിഷ്കാരം. വെന്തു ജീവിക്കുന്ന സൗധ. ഞാനൊരിക്കല് ഒരു കഥാപ്രസംഗത്തിന് ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഇങ്ങനെ തള്ളുമല്ലോ, അറിയാവുന്നതിനൊക്കെ പൊക്കോ, അറിഞ്ഞുകൂടാത്തതിനും കയറിപ്പോ. ഹരിച്ചേട്ടൻ പിന്നെ ടാലന്റഡ് ആയിരുന്നു. അയ്യോ പിന്നെ ഞാൻ നാടകത്തിനപ്പൊ പോയി സൈഡിൽ ഇങ്ങനെ ഭടനായിട്ട് നിൽക്കുക. അതിങ്ങനെ നിന്ന
വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഇങ്ങനെ നിക്കുക. അപ്പം ഇതില് നടനുണ്ട്, അവനാണെങ്കിൽ ഡയലോഗ് തെറ്റിച്ച് മടുത്തിരിക്കുക എല്ലാവരും. അപ്പൊ ഞങ്ങൾക്ക് ഇതിപ്പോ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇത് പഠിച്ചു. അപ്പൊ ഞാൻ അവസാനം, നിങ്ങൾ എന്തിനു ശങ്കിക്കുന്നു, ദീർഘദർശിയായ യെശയ്യാ പ്രവചിച്ചതുപോലെ കർത്താവിന്റെ വഴിയൊരുക്കുവാൻ വന്നവനാണ് ഞാൻ. ലോകത്തിന്റെ പാപം തീർക്കുന്ന ദൈവത്തിന്റെ പുണ്യാളനായ ആ പരമപൂജ്യനെ ഇസ്രായേലിന് വെളിപ്പെടുത്തുവാനാണ് ഞാൻ ജലത്താൽ ജ്ഞാനസ്നാനം കൊള്ളുന്നത് എന്നൊക്കെ പറഞ്ഞൊരു വലിയ ഒരു ഡയലോഗൊക്കെ പറഞ്ഞ് പ്രൊഡക്ടേഴ്സ് ഫിലിംസിന്റെ ബാനർ ലീലാലോലം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞപ്പോ ഈ കുന്തമെടുത്ത് അവന് കൊടുത്തിട്ട് നീ കൊള്ളു. അവസാനം ഞാൻ സ്നാപക യോഹന്നാനായിട്ട് ചെയ്ത ഒരു നാടകമുണ്ട്. പെട്ടെന്ന് മോളത് പറഞ്ഞപ്പോ എനിക്കത് ഓർമ്മ വന്നു. ഓക്കെ, അപ്പൊ നമുക്ക് മാർക്സ് ചോദിക്കാം. ഹരിച്ചേട്ടാ, അപ്പോൾ അടുത്ത റൗണ്ടിൽ ഇതിലും മാർക്ക് കിട്ടും, എനിക്ക് ഉറപ്പാണ് കേട്ടാ. അടിച്ചു പൊളിച്ച് നെക്സ്റ്റ് റൗണ്ടിൽ പാട്. ഇന്നത്തെ പെർഫോമൻസിന് 7.5. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക സെയിം 7.5. 7.5. താങ്ക് യു. ഓക്കെ, അബി ചേച്ചി സെയിം 7.5. ഓക്കെ. താങ്ക് യു. 22.5 മാർക്സ് ആണ് ടോട്ടൽ കിട്ടിയിട്ടുള്ളത്. ഇറ്റ്സ് ഓക്കേടാ, നമുക്ക് ഇനി റൗണ്ട്സ് കിടക്കല്ലേ, നമുക്ക് പൊളിക്കാം. ഓക്കെ, അപ്പൊ നന്നായി പോയി പ്രാക്ടീസ് ചെയ്തോ. അടുത്ത നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് നമുക്ക് തകർക്കണം ഇല്ലേ? പിന്നെ അപ്പൊ ഓടിക്കോ. ഓക്കെ. നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിലെ കുട്ടികൾക്ക് ലഭിക്കാൻ പോകുന്ന സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? 1ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ജിടെക് എഡ്യൂക്കേഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ്. 2ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ നൽകുന്ന ക്യാഷ് പ്രൈസ്. 3ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ക്യൂബിക്സ് ഫുഡ് വെയർ നൽകുന്ന ക്യാഷ് പ്രൈസ്. 4ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ചോസൻ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. 5ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു സൂപ്പർ നോവ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ഇന്നത്തെ എപ്പിസോഡിലെ 2ാമത്തെ കണ്ടസ്റ്റന്റ് ആയിട്ട് ഞാൻ തൃശ്ശൂർ ഗഡി എങ്ങടെ ഇറക്കുക. ചേച്ചി ഠോ 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 ഇറക്കിക്കോ. ഇറക്കാം. ഓക്കെ, അപ്പൊ തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ ശ്രീഹരി കുട്ടനാണ് വരാൻ പോകുന്നത്. സോ ലെറ്റ്സ് വെൽക്കം ശ്രീഹരി. ഇതെന്താണ് ഭീമൻ രഘുവിനെ പോലെ ഇരിപ്പുണ്ടല്ലോ. ഡയലോഗ് ഇങ്ങനെ മനസ്സിലാലോചിക്കുക. എന്താണ് ഫാസ്റ്റ് ട്രാക്ക് റൗണ്ടിൽ നീ ശരിക്കും ഉദ്ദേശിച്ചത്? ജയറാം സർ. പക്ഷെ കറക്റ്റ് ഭീമൻ രഘു. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ പാടാൻ പോകുന്നേ? പെർഫോമൻസ് റൗണ്ടില് കൺഫ്യൂഷൻ ആയി. പെർഫോമൻസ് റൗണ്ടാ? ഫാസ്റ്റ് ട്രാക്ക് റൗണ്ടില് കൺഫ്യൂഷൻ തീർക്കണം. മൊത്തത്തിൽ കൺഫ്യൂഷൻ ആണല്ലോ നിനക്ക്. കൺഫ്യൂഷൻ തീർക്കണേ ഫീച്ചറിംഗ് ഭീമൻ രഘു. ഓക്കെ, അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഓ താങ്ക്സ്. പാടണം. ഓക്കെ, ഓക്കെ. ഞങ്ങളോട് ഡാൻസ് കളിക്കാൻ പോവാം. നമുക്ക് എന്തായാലും ജഡ്ജസിനോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു. ഹരിച്ചേട്ടാ, എപ്പോഴും അങ്ങനെ മുങ്ങിയാൽ എങ്ങനെയാ? ശ്രീഹരി എന്തോ നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു സർ. ശ്രീഹരി കുറച്ചുകൂടി കോൺഫിഡൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ കർണാട്ടിക്കൊക്കെ ഒന്ന് വിട്ട് കളിക്കേണ്ട സമയമായി. നമ്മൾ ഫസ്റ്റ് 2 റൗണ്ട്സും കർണാട്ടിക് ആയിരുന്നു പാടിയത്. സോ ഇതും ഒരു കർണാട്ടിക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് നമ്പറാണ്, നല്ല ഫാസ്റ്റ് നമ്പറാണ്. പക്ഷെ അപ്പോഴും നീ കർണാട്ടിക് വിട്ടൊരു കളിയില്ല. നല്ല സോങ് സെലക്ഷൻ ആൻഡ് ഇതിൽ ഈ പറഞ്ഞ പോലെ കുറേ സംഗതിയും ഒക്കെ ഉള്ള ഒരു പാട്ടല്ലേ. അപ്പം അതൊക്കെ ഒരു ഓൾമോസ്റ്റ് ഒക്കെ എല്ലാം ഒന്ന് ഹിറ്റ് ചെയ്തു. കറക്റ്റായിട്ടെല്ലാം നോട്ട്സ് ഒക്കെ ഹിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ട് കുറച്ച് കൂടിപ്പോയി. അതാണ് കർണാട്ടിക് ഫ്ലേവർ ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഭയങ്കര അതായിരുന്നു പ്രൊജക്റ്റ് ചെയ്ത്. ആ പാട്ടിൻ്റെ ഒരു ഫ്ലേവർ ഒരു കോമഡി പാട്ടാണ് അല്ലേ, ഫാസ്റ്റ് നമ്പറാണ്. അവൻ്റെ ഒരു അല്ലെങ്കിൽ ആ പുള്ളിക്കാരൻ്റെ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് പറയുന്നൊരു പാട്ടാണ്, ഒരു തമാശയാണ് ശരിക്കും. പക്ഷേ മോൻ ഒരുവിധം നന്നായിട്ട് ചെയ്തു കേട്ടോ, നന്നായിട്ട് പെർഫോം ചെയ്തു. സ്റ്റേജൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു, കൂടെയുള്ള ഫ്രണ്ട്സിനെയൊക്കെ. പിന്നെ എനിക്ക് തോന്നിയത് തുടക്കത്തിൽ ആ പച്ചക്കിളിയൊക്കെ ഇല്ലേ, അതിങ്ങനെ ഭയങ്കര ലാഗ് ചെയ്തു ഒരുപാട്. പച്ചക്കിളിപ്പവിഴ അത്രയും ലാഗ് ഉണ്ട്. പച്ചക്കിളിപ്പവിഴ പാൽ വർണ്ണരത്തരരാരാരാരാര അങ്ങനെ അങ്ങ് ചുമ്മാ പാടി വിട്ടാൽ മതി. നിൽപ്പാടു ശംഭോ. അപ്പം എനിക്ക് അതാണ് തോന്നിയത്. ഒരു പല സ്ഥലത്തും ഇങ്ങനെ പിടിച്ച് ആ കർണാട്ടിക്കിൻ്റെ കുറച്ച് ഷൺമുഖപ്രിയ പാടാം എന്ന് പറഞ്ഞ ആ ഒരു സാധനം ഭയങ്കരമായിട്ട്
ഉണ്ടായിരുന്നു. സോ എനിവേസ് ഗുഡ് അറ്റംപ്റ്റ്. നല്ലൊരു മാക്സിമം നീ ട്രൈ ചെയ്തു, നിൻ്റെ ഒരു ബെസ്റ്റ് നീ കൊണ്ടുവരാൻ നോക്കി. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇനി കർണാട്ടിക് കുറച്ച് നമ്മൾ വിട്ട് വേറൊരു ജോണർ ട്രൈ ചെയ്യണം കേട്ടോ. ഇനിയും അടുത്ത റൗണ്ടൊക്കെ വരുമ്പോൾ ഞാനത് സ്പെഷ്യലി നോട്ട് ചെയ്യും. ചില കണ്ടസ്റ്റൻസ് ഇവിടെ കർണാട്ടിക് ഒന്ന് വിടാൻ കുറച്ച് പ്രയാസപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ശ്രീഹരി ഇനി ബ്രേക്ക് ചെയ്യണം ആ ഷെല്ല്. കർണാട്ടിക് എന്ന് പറയുന്നത് നല്ലതാണ്, ഇറ്റ്സ് ഗുഡ്, ഇറ്റ് വിൽ സപ്പോർട്ട് യു, യു ആർ സിംഗിങ് എവറിത്തിങ്. ബട്ട് ഇനി നമ്മൾ വേറെ കുറേ ജോണേഴ്സ് ട്രൈ ചെയ്യണം കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക. ശ്രീഹരി എന്തോ നന്നായിട്ട് പാടിയടാ, താങ്ക് യു. നല്ല പെർഫോമൻസ് ആയിരുന്നു. സ്റ്റേജ് പ്രോപ്പർലി യൂസ് ചെയ്തു. ആൻഡ് അഗൈൻ കോറസ് സിംഗേഴ്സ് എല്ലാവരും അടിപൊളിയായിട്ട് പാടി. അവസാനം നിങ്ങളൊക്കെ സ്റ്റേജിലേക്ക് കയറി വന്നു, അതും കളറായി. ഭയങ്കര രസമുണ്ടായിരുന്നു. ടുവേർഡ്സ് ദി എൻഡ് ഭയങ്കര വൈബ്രൻ്റ് ആയിരുന്നു സ്റ്റേജ്. ഞാൻ ഹരി പറഞ്ഞത് തന്നെയാണ് പറയണത്. ഇതിലിപ്പോൾ ശ്രീകുട്ടൻ ചേട്ടൻ പാടിയ ശ്രീകുട്ടൻ ചേട്ടൻ പാടിയ പ്ലാൻസ് ഒക്കെ ശ്രീഹരി പാടിയിട്ടുണ്ട്. പക്ഷെ എല്ലാ പ്ലാൻസിനും എല്ലാ നോട്ട്സിനും ഭയങ്കര അറ്റാക്കായിരുന്നു. ഇടിച്ചിടിച്ചിടിച്ചാണ് നോട്ട്സ്. അതാ മൊത്തത്തിൽ ആ ഒരു കർണാട്ടിക് സ്വഭാവം ഓക്കെ ഒരു പരിധി വരെ നമുക്കത് ഓക്കെയാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇത് എല്ലായിടത്തും, കാരണം ഒരുപാട് പ്ലാൻസ് ഉള്ള ഒരു പാട്ടാണല്ലോ ഇത്, ഒരു കച്ചേരി കേൾക്കുന്ന ഈ പാട്ടിന്റെ പിന്നിലൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഉദ്ദേശമുണ്ട്. ഭയങ്കര ഫൺ സോങ് ആണിത്. അത് ശ്രീകുട്ടൻ ചേട്ടൻ അങ്ങനെയാണ് അത് പാടി വെച്ചിരിക്കണേ. അപ്പോൾ സംഗതികൾ പുള്ളി പാടിയതാണെങ്കിലും എല്ലാം അടിപൊളി സംഗതികളാണ്. പക്ഷെ ഒന്നിനും അത്ര പ്രോമിനൻസോ അത്ര അറ്റാക്കോ കൊടുക്കാതെയാണ് ഭയങ്കര ഫ്രീ ഫ്ലോയിങ് ആയിട്ടാണ് പുള്ളി പാടിയിരിക്കുന്നത്. ചില വളരെ കുറച്ച് 1-2 സ്ഥലങ്ങളിൽ മാത്രമേ പുള്ളി അങ്ങനെ ഒരു എടുത്ത് ഒരു ഇത് പാടിയിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും ഭയങ്കര ഇങ്ങനെ ഒഴുകുകയാണ് സംഗതികൾ. നമുക്ക് അതുപോലെ ആ സംഗതികൾ ഒഴുകുകയാണ് വേണ്ടത്. ബാക്കി എല്ലാം ആ ഒരു ഫൺ എലമെൻ്റ് ഒക്കെ ഒരു പരിധി വരെ ഈ പാട്ടിലുണ്ടായിരുന്നു. ഇറ്റ് വാസ് ഗുഡ്. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു സാർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ഷാനിക്ക. ചേച്ചി. ഹായ് ശ്രീഹരി. ഹായ്. ഫസ്റ്റ് ഓഫ് ഓൾ അടിപൊളി ഗെറ്റപ്പ്, നന്നായിട്ടുണ്ട്. ദിസ് ഇസ് നേരത്തെ പറഞ്ഞ പോലെ ഭീമൻ രഘു മീറ്റ്സ് ജയറാമേട്ടൻ മീറ്റ്സ് വാട്ട് എവർ ശ്രീഹരി എല്ലാം കൂടെ ചേർത്ത് ഒരു അവിയൽ ആക്കി നല്ല രസമായിട്ട് ചെയ്തു. ആൻഡ് ആദ്യത്തെ ആ ഒരു നടത്ത ഉണ്ടായിരുന്നല്ലോ ജയറാമേട്ടൻ ആ ഒറിജിനൽ പാട്ടിൽ ചെയ്തിട്ടുള്ള ഇങ്ങനെ ബാക്കിൽ കൈയും കെട്ടിയിട്ടൊരു നടത്ത അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, അത് അസലായി. ഐ തിങ്ക് അത്രയും ലാൻഡ്മാർക്ക് ആയിട്ടുള്ള നടത്താന്ന് പറയുമ്പോൾ നാഗവല്ലിയുടെ ഒരു നടത്തയുണ്ട്, അത് കഴിഞ്ഞ് ജയറാമേട്ടൻ്റെ ഈ ഒരു നടത്തയാണെന്ന് തോന്നുന്നു. അത്രയും ഐക്കോണിക് ആയിട്ടുള്ള വാക്ക്. സോ അതൊക്കെ നന്നായിരുന്നു. മൊത്തത്തിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് വെരി വെരി നൈസ്. പിന്നെ ഞാൻ ഇവർ പറഞ്ഞതോട് ഞാനും യോജിക്കുന്നുണ്ട്. ബട്ട് ഐ തിങ്ക് മോൻ്റെ കംഫർട്ട് സോൺ അതാണെന്ന് തോന്നുന്നു അല്ലേ? കർണാടക പഠിക്കുന്നുണ്ടല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു കംഫർട്ട് സോൺ വിട്ട് കളിക്കാൻ അത് കുറച്ചുകൂടെ ആസ് യു ഗ്രോ ഓൾഡർ വേറെ സ്റ്റൈലിലുള്ള മ്യൂസിക്കൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഇൻഫ്ലുവൻസസും മോൻ്റെ വോയിസിൽ വന്ന് തുടങ്ങും. എന്ത് തരം മ്യൂസിക്കാണ് മോൻ കേൾക്കാറ് സാധാരണ? പഴയ സോങ്സ്. പഴയ സോങ്സും ലൈക്ക് വാട്ട്? ഏത് സോങ്സ്? എങ്ങനത്തെ? മെലഡി സോങ്സ്. ഓക്കെ. കുറച്ച് വെസ്റ്റേൺ ഒക്കെ കേക്ക്, പുതിയ സോങ്സും കേൾക്കണം കേട്ടോ. പുതിയ സോങ്സ് മലയാളത്തിലും അതർ ലാംഗ്വേജ് പുതിയ പാട്ടിലൊക്കെ കേക്ക്. ഏത് വർഷം ജനിച്ചത്? ഏത് വർഷം? 2000 സംതിങ് വല്ല ആയിരിക്കും. 18 മറന്നുപോയവൻ ഫുൾ കൺഫ്യൂഷൻ അവനെന്ന്. പറ്റിയ പാട്ടാ. 2010 അമ്മയും മോനും കൂടി ഇപ്പൊ കറക്റ്റ് 2010. 2010 അവിടെ 11 എന്ന് പറയുന്നത് 2010 ചേച്ചി 2011. എന്തുവാടാ എടാ നിന്നൊരു ആപ്ലിക്കേഷൻ എഴുതാൻ വിളിച്ചത്. എനിവേ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇങ്ങനെ ഇപ്പൊ പുതിയ പാട്ടുകൾ, വേറെ സ്ഥലത്തിലുള്ള പാട്ടുകൾ, വേറെ വെസ്റ്റേൺ സോങ്സ് ആവട്ടെ അല്ലെങ്കിൽ ആഫ്രിക്കൻ ടൈപ്പ് മ്യൂസിക് ആവട്ടെ, അതൊക്കെ കേൾക്കണം. എന്നാലേ നമുക്ക് നമ്മുടെ ഒരു ഇമാജിനേഷൻ കൂടുള്ളൂ. അതൊക്കെ ഇരുന്ന് പാടി നോക്കണം. ചുമ്മാ വീട്ടിലിരിക്കുമ്പോൾ ചുമ്മാ പാടിയൊക്കെ നോക്കും. ഇപ്പം ഒരു മോള് കൊറിയൻ പാട്ടുകളൊക്കെ എന്ത് മനോഹരമായിട്ടാണ് പാടിയ അല്ലേ? അപ്പം അതെല്ലാം ഇൻഫ്ലുവൻസ് നമ്മുടെ വോയിസിൽ ഇപ്പം ഉണ്ടാവണം. ബിക്കോസ് ഇപ്പോൾ യുവർ വോയിസ് ഇസ് വെരി മാലിയബിൾ. എന്ന് വെച്ചാൽ നമ്മുടെ വോയിസിനെ ഇപ്പം ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നൊരു പ്രായമാണിത്. കുറച്ച് മുതിർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സെറ്റാവും. പിന്നെ മാറ്റം വരുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അത് കുറേ കൂടെ ബുദ്ധിമുട്ടാവും. ഇപ്പം കുറേ കൂടെ ഫ്ലെക്സിബിൾ ആണ് മോൻ്റെ വോയിസ്. സോ ഇപ്പം തന്നെ എല്ലാ എക്സ്പെരിമെൻറ്റേഷനും ഇപ്പം തന്നെ നടത്തുക.
ഓക്കെ, ഓ. ഓൾ ദ വെരി ബെസ്റ്റ്. അടിപൊളിയായിട്ട് ചെയ്തു. ഐ താങ്ക് യു റിയലി മാം. ലൈക്ക് ഇറ്റ്. താങ്ക് യു. താങ്ക് യു ചേച്ചി. എങ്ങനെയാ ചേച്ചി ഇവന്റെ പ്രാക്ടീസ് സെഷൻ ഒക്കെ എങ്ങനെയാ? പ്രാക്ടീസ് ചെറുപ്പം തൊട്ടേ ഇങ്ങനെ പാടും. പിന്നെ ഈ നടന്നുകൊണ്ടേ പാടിക്കൊണ്ടേയിരിക്കും. നടക്കുമ്പോഴും പാടിക്കൊണ്ടിരിക്കും, ഉറങ്ങുമ്പോഴും പാടും. ഉറങ്ങുമ്പോഴോ? ഉറങ്ങുമ്പോഴാ? ഉറക്കം വരുന്നേക്കാൾ മുന്നേ ഇങ്ങനെ മൂളി കിടന്ന് അങ്ങ് ഉറങ്ങും. ഞാൻ വിചാരിച്ചു in between. അങ്ങനെയല്ല, പെട്ടെന്ന് എണീറ്റ് അതല്ല, ഉറങ്ങാൻ കിടക്കുമ്പോഴും പാടും. ഫുൾ ടൈം ആയിട്ടല്ലേ? ആ, പാടും. പറയേണ്ടത് മിണ്ടാതിരിക്കാൻ നമ്മൾ അങ്ങോട്ട് പറയണം. ഒന്ന് നിർത്തണം നിന്റെ പാട്ടൊക്കെ. എന്തിനാണോ നീ ഇങ്ങനെ എപ്പോഴും പാടുന്നത്? ശീലായി പോയി. ശീലായി പോയി. അപ്പൊ എന്തായാലും നമുക്കിനി മാർക്സ് അറിയാം. അറിയാം ഭീമൻ രഘു. ഓക്കെ, ആശാനിക്ക ഇവന് ഭീമൻ രഘു ആരാന്ന് അറിയില്ലായിരുന്നു. നമ്മുടെ ഗ്രൂമർ ചേട്ടനെ ഇങ്ങനെ നടന്നപ്പോ, എടാ നീ ഭീമൻ രഘുവിന്റെ ലുക്ക് ഉണ്ടല്ലോ, ആ എന്തുവാ കഴിക്കുന്ന ഒരു സാധനമാടാ, എരിവും പുളിയും. ഓ ആണോ, അതെവിടെ കിട്ടുന്നത്? കേക്കണ്ട പുള്ളി. അതെ, എടാ പറഞ്ഞപ്പോ മനസ്സിലായി. എന്നിട്ട് മാഷെന്നെ പറഞ്ഞു കടിച്ചു പിടിച്ച് പറയണ ചേട്ടല്ലേ. കടിച്ചുവിടുന്ന ചേട്ടനില്ലേ? പറഞ്ഞ ചേട്ടൻ തന്നെ. ഓക്കെ, മാർക്സ് ചോദിക്കാം. ഹരിച്ചേട്ടാ, അപ്പോൾ ഇന്നത്തെ പെർഫോമൻസിന് ആക്ച്വലി നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്തു. നല്ലൊരു ട്രീറ്റ് ആയിരുന്നു ഇവിടെ. അതുകൊണ്ട് ഐ എം ഗിവിംഗ് യു 8 out of 10. താങ്ക് യു സാർ. ഷാനിക്ക. സംഭവം കളറായിരുന്നു. 8 മാർക്ക്. താങ്ക് യു സാർ. ചേച്ചി, ഞാനൊരു അല്പം കൂടി പിശുക്ക് പിടിക്കുകയാണ്. ബിക്കോസ് മോൻ കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം. 7.5. താങ്ക് യു. 23.5 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ശ്രീഹരിക്കുട്ട, സാരില്ല, നമുക്ക് അടുത്തവണ പിടിക്കണം. ഓക്കെ അല്ലേ? എന്നാ ഷെയ്ഡ്സ് അങ്ങ് വെച്ചിട്ട് സ്റ്റൈലായിട്ട് നടന്നു നോക്കോ. ബൈ. അപ്പോ ഞാൻ അടുത്ത കണ്ടസ്റ്റന്റിനെ വിളിക്കട്ടെ. ഹരിച്ചേട്ടാ, ഷാനിക്ക, ചേച്ചി. അതെന്താണ്? വിളിച്ചോളൂ. ഓക്കെ, അപ്പൊ ഈ എപ്പിസോഡിലെ ലാസ്റ്റ് കണ്ടസ്റ്റന്റിനെ ഞാൻ വെൽക്കം ചെയ്യാണ്. ലെറ്റ്സ് വെൽക്കം ദേവ്ന. ദേവ്ന, ഇതെന്താണ് ഇന്ന് ഹാഫ് സാരി കൊടുത്ത് കുറച്ച് വലിയ കുട്ടിയായിട്ടാണല്ലോ? ഏത് പാട്ടാ? തങ്കത്തോണി. തങ്കത്തോണി, സോൾഫുൾ മെലഡി റൗണ്ട്. ഓക്കെ, അപ്പൊ കേക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. തങ്കത്തോണി തെന്നലയോരം കണ്ടേ പാലക്കൊമ്പിൽ പാൽകാവടിയും കണ്ടേ. ദേവ്ന, ഓ സൂപ്പർ ആയിരുന്നു. താങ്ക് യു. നല്ല സോൾഫുൾ മെലഡി. എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കാം. ഈ ഡ്രസ്സ് നല്ല രസമുണ്ടായിട്ടോ സ്റ്റേജിൽ കാണാനായിട്ട്. അമ്മ അവിടെ ഇരുന്ന് ഫുൾ ചിരിയായിരുന്നു. അമ്മ ഒപ്പം പാട്ട് പാടുന്നു. അമ്മയും പാട്ടുകാരി ആട്ടോ ദേവ്നയുടെ, ചില്ലറക്കാരി അല്ല ഇരിക്കുന്നത്. അപ്പൊ എന്തായാലും ചോദിക്കാം. ഹരിച്ചേട്ടാ. ദേവ്ന, ഓ നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു സർ. സോങ് ഫസ്റ്റ് ഓഫ് ഓൾ നല്ല സെലക്ഷൻ. താങ്ക് യു സർ. മോൾക്ക് പറ്റിയൊരു സോങ് ആണ്. ആൻഡ് നല്ല അങ്ങനെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ബെറ്റർ ദാൻ ലാസ്റ്റ് റൗണ്ട്. ലാസ്റ്റ് റൗണ്ടിനേക്കാളും നല്ല ഇതായിട്ട് പാടി ഇന്ന്. പിന്നെ അവിടെ ഇവിടെ പിച്ച് ഔട്ട്സ് ഉണ്ടായിരുന്നു. അത് നമുക്കിങ്ങനെ എഴുതി വെക്കാൻ പറ്റില്ലല്ലോ, അത് ജനറലി വരുന്നതാണ്. പക്ഷേ യു ഹാവ് ടു അതിനെയും ബെറ്റർ ആക്കണം. എന്നാലും ചില ലൈൻസൊക്കെ കറക്റ്റായിട്ട് ആ ഒരു ഫീലിൽ തന്നെ പാടി കേട്ടോ. താങ്ക് യു സർ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഹായ് ദേവ്ന. ഹലോ. സുഖാണോ? ആ സുഖാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. സുഖമായിരിക്കുന്നു. ആ ഈ സുഖം. കോസ്റ്റ്യൂം ആരാ സെലക്ട് ചെയ്തേ? അസുഖം അസുഖം എന്നാണോ പറയുന്നത്? ഫസ്റ്റ് ആരാ സെലക്ട് ചെയ്തേന്ന്? അമ്മ. അമ്മ. അമ്മ നല്ല രസമായിട്ട് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, മോളൊന്ന് തിരിഞ്ഞേ, ആ ഒരു കനകാംബരം പോലെ തോന്നിക്കുന്ന ആ റെഡ് പൂ എവിടെ നിന്ന് ഒപ്പിച്ചു? അത് ഇവിടെ തന്നെ തന്നതാ. ഇവിടുന്ന് തന്നെ തന്നതാ. ആ അതിവിടെ സെറ്റ്. എനിക്ക് അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ഈ സിനിമയ്ക്കകത്ത് ഉർവശിയുടെ ക്യാരക്ടർ ഒരു തമിഴ് നാട്ടിലെ പഴനിയിലുള്ള ഒരു അതെ. പെൺകുട്ടിയായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അവിടെ കനകാംബരം ഇസ് വെരി ഫേമസ്. അവിടുത്തെ ആ ഒരു തമിഴ് പെൺകുട്ടികളുടെ ആ ഒരു ഭംഗി തന്നെ
മുല്ലപ്പൂവിൻ്റെ ഇടയ്ക്ക് 2 കനകാമ്പരവും 2 വാടാമല്ലിയൊക്കെ ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു ഭംഗി. അത്രത്തോളം അറ്റൻഷൻ ടു ഡീറ്റെയിൽ എടുത്ത് മോളെ ഒരുക്കിയതിന് ഡെഫിനറ്റ്ലി ഒരു കയ്യടി ഫസ്റ്റ്. സോ ഇനി പാട്ടിലേക്ക് വരാം. എനിക്ക് ഈ പാട്ട് നമ്മൾ കണ്ണടച്ച് കേൾക്കുവാണെങ്കിൽ ഉറശിച്ച് തന്നെയാണ് ഫ്രണ്ടിൽ വന്ന് നിൽക്കുക. സോ അത്രയും ക്യൂട്ടായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഈ പാട്ടിലെ ഹൈലൈറ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം കിട്ടി. ഈ പാട്ടിലെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ഹോ ആണ്. അതാണ് അതിന്റെ ഹൈലൈറ്റ്. അത് രസമായിട്ട് പാടി, 2 പ്രാവശ്യവും നല്ല രസമായിട്ട് പാടി. അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ മോള് നല്ല ഭംഗിയായിട്ട് ചെയ്തു. ആൻഡ് മോളുടെ വോയിസിനൊരു സിൽക്കിനെസ് ഉണ്ട്, ഒരു നാച്ചുറലായിട്ടൊരു സിൽക്കിനെസ് ഉണ്ട്. അത് മോൾക്ക് ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ടേക്ക് യു പ്ലേസസ്. അത് ഡെഫിനറ്റ്ലി നല്ലൊരു സാധനം തന്നെയാണ് കയ്യിൽ കിട്ടിയിരിക്കണേ. അപ്പോൾ അതിനെ നല്ലപോലെ മിനുക്കി എടുക്കുക, നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. ഇറ്റ് വാസ് എ വെരി ക്യൂട്ട് പെർഫോമൻസ്. ആൻഡ് ഹരി പറഞ്ഞ പോലെ കുറച്ച് ശ്രുതി കാര്യങ്ങൾ ഒക്കെ ഇച്ചിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമുക്ക് പയ്യെ അതൊക്കെ ശരിയാക്കിയെടുക്കാം. ഓക്കെ, ലവ്ലി പെർഫോമൻസ് കുട്ടാ. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഷാനിക്ക. ദേവ്ന, ഓ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണിത്. പോസിറ്റിവിറ്റി വാരി വിതറുന്ന ഒരു പാട്ടാണിത്. അത് ദേവ്ന നന്നായിട്ട് പാടി മോളെ, നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. എനിക്ക് മോളുടെ ടോൺ, ആ ഒരു ശബ്ദം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പകുതി കാറ്റും പകുതി ശബ്ദവും ആയിട്ടുള്ള ഒരു ചെറിയൊരു ഗ്രെയിനിനെസ് ഒക്കെ ഉള്ള ഒരു ശബ്ദം നന്നായിട്ട് തന്നെ പാടി മോളെ. ആ ഒരു പാട്ടിന് കൊടുക്കേണ്ട ഒരുവിധം സംഭവങ്ങളൊക്കെ മോള് കൊടുത്തിട്ടുണ്ട്. ചില സ്ഥാനങ്ങളിൽ മാത്രം കുറച്ചൊന്ന് ഔട്ട് പോയിട്ടുണ്ട്. പിന്നെ അഭി പറഞ്ഞ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. അത് കൃത്യമായിട്ട് എല്ലായിടത്തും ഒരുവിധം ലോക്കിലൊക്കെ വീണിട്ടുണ്ട്. പക്ഷെ ഇത് ദേവനെ പാടുമ്പോൾ നമുക്ക് ഈ പിച്ച് ഔട്ട് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റും. ഇങ്ങനെ നോക്കിയിരുന്നു പോകും. ദേവനെ ഇങ്ങനെ ഭയങ്കര ക്യൂട്ടായിട്ടാണ് ദേവനെ പാടിയത്. താങ്ക് യു സർ. സന്തോഷം മോളെ ഈ ഒരു പാട്ട് സെലക്ട് ചെയ്തവനെ കേട്ടോ, നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഇനി നമുക്ക് മാർക്സ് അറിഞ്ഞാലോ? ഹരിച്ചേട്ടാ. ദേവ്ന ഓ 8.5. താങ്ക് യു സർ. സൂപ്പർ. ഷാനിക്ക. ദേവന, ഓ ഒരു പ്രോമിസ് തരണം. അടുത്ത പെർഫോമൻസ് ഇതിനേക്കാളും മേലെ ആയിരിക്കും എന്നുള്ളത്. തരൂ, പ്രോമിസ് തരൂ. പ്രോമിസ്. ആ, തന്നിരിക്കുന്നു. 8.5. സൂപ്പർ. താങ്ക് യു സർ. ചേച്ചി. ദേവനക്കുട്ടിക്ക് എൻ്റെ കയ്യിൽ നിന്നും 8.5. താങ്ക് യു മാം. 25.5 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ദേവനക്കുട്ടി ഹാപ്പി അല്ലേ കുട്ടാ? ആ അപ്പൊ നമുക്ക് അടുത്തത് ഇനി നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് റൗണ്ട് അല്ലേ? പ്രിപ്പയർഡ് അല്ലേ? ഡാൻസ് ഒക്കെ ഇല്ലേ? പൊളിക്കണ്ടേ? അപ്പൊ ഓക്കെ ബൈ. നല്ല കിഡ്ലൻ സൂപ്പർ പാട്ടുകളൊക്കെയാണല്ലേ നമ്മൾ ഇന്ന് കേട്ടത്. അപ്പൊ അടുത്ത എപ്പിസോഡിലും ഇതുപോലെ നല്ല തകർപ്പൻ പെർഫോമൻസസും കളിയും ചിരിയും ബഹളവും ഒക്കെ ആയിട്ട് നമ്മളും നമ്മുടെ കുട്ടികളൊക്കെ എത്തുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. ദിസ് ഇസ് മീ പാർവതി സൈനിങ് ഓഫ് ഫ്രം YG Superstar.